നമസ്കാരം. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഓരോ കുറ്റകൃത്യത്തിനും പിന്നിൽ പറയാതെ പോയൊരു സത്യമുണ്ട്. ആ സത്യം അന്വേഷിക്കുകയാണ് ക്രൈം ഡീകോഡ്. ഇന്നും നമ്മൾ തുറന്നു കാണിക്കാൻ പോകുന്നത് മറ്റൊരു യഥാർത്ഥ ക്രൈം കേസ്. ഒരു സ്യൂട്ട് കേസ്, വർഷങ്ങളായി അവസാനിക്കാത്തൊരു അന്വേഷണം. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ, എന്നാൽ ഒരു ദിവസം ആ പേര് ഒരു കൊലക്കേസുമായി ചേർന്ന് വാർത്തകളിൽ നിറഞ്ഞു. മൃതദേഹം സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ജനങ്ങളെ ഞെട്ടിച്ചു. തുടർന്ന് അറസ്റ്റ്, ജാമ്യം, പിന്നെ അപ്രത്യക്ഷമായ പ്രതി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസ് വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ക്രൈം ഡീകോഡിൽ നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ ഓമന കേസിൻ്റെ തുടക്കം. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ലഭ്യമായ കോടതി രേഖകളും വിശ്വസനീയമായ വാർത്താ റിപ്പോർട്ടുകളും അന്വേഷണ വിവരങ്ങളും ചേർത്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കുറ്റം തെളിയിക്കുകയോ കുറ്റവിമുക്തമാക്കുകയോ ചെയ്യുന്നത് കോടതിയുടെ അധികാരമാണ്. കേരളത്തിൽ ഒരു ദിവസം പുറത്തു വന്ന വാർത്ത നിരവധി പേരെ ഞെട്ടിച്ചു. ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മൃതദേഹം പല കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നുവെന്നും അത് സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ചിരുന്നുവെന്നും കണ്ടെത്തി. ഇത് സാധാരണ കൊലപാതകമല്ലെന്ന് അന്വേഷണ സംഘം തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു. മൃതദേഹം മറച്ചുവെക്കാൻ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നുവോ എന്ന ചോദ്യവും ഉയർന്നു. അന്വേഷണം ആരംഭിച്ചതോടെ പോലീസ് ഓരോ തെളിവും സൂക്ഷ്മമായി പരിശോധിച്ചു. സംഭവസ്ഥലം, മൃതദേഹം കണ്ടെത്തിയ സാഹചര്യം, സാക്ഷിമൊഴികൾ, ഫോൺ വിവരങ്ങൾ എല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ പേര് ആവർത്തിച്ചുയർന്നു വന്നു. ഡോക്ടർ ഓമന. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഡോക്ടറുടെ പേര് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെടുന്നത് സ്വാഭാവികമായും വലിയ വാർത്തയായി. അന്വേഷണ പ്രകാരം മരിച്ചയാളും ഡോക്ടർ ഓമനയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ സ്വഭാവം, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന്, വ്യക്തിപരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു. അന്നത്തെ മാധ്യമ റിപ്പോർട്ടുകൾ ഈ കേസിനെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഓരോ പുതിയ വിവരവും ജനങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തി. കേരളത്തിൽ കൊലക്കേസുകൾ അപൂർവമല്ല. പക്ഷേ ഈ കേസിനെ രാജ്യശ്രദ്ധയിലേക്ക് എത്തിച്ചത് ചില പ്രത്യേക സാഹചര്യങ്ങളായിരുന്നു. ഒന്നാമത്, പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടത് ഒരു ഡോക്ടറായിരുന്നു. രണ്ടാമത്, മൃതദേഹം മറച്ചുവെച്ചുവെന്ന അന്വേഷണ കണ്ടെത്തലുകൾ. മൂന്നാമത് കേസിൻ്റെ തുടർ നടപടികളിൽ ഉണ്ടായ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ. ഇവയൊക്കെയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസ് ആളുകൾ ഓർക്കാൻ കാരണമായത്. തുടർന്ന് അന്വേഷണം ശക്തമായി. പോലീസ് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയങ്ങൾ കൂടുതൽ ശക്തമായി. ഡോക്ടർ ഓമനയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. പിന്നീട് കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായി. എന്നാൽ അതായിരുന്നു തുടക്കം. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടിയിരുന്നു. മരിച്ചയാൾ ആരായിരുന്നു? ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ ആരംഭിച്ചു? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച പ്രധാന തെളിവുകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് കേസ് ഡോക്ടർ ഓമനയിലേക്ക് എത്തിയത്? ഒരു ഡോക്ടറും ഒരു കോൺട്രാക്ടറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിലേക്ക് എത്തിയത്? പോലീസിൻ്റെ അന്വേഷണ പ്രകാരം മരിച്ച മുരളീധരൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയായ ഒരു കോൺട്രാക്ടറായിരുന്നു. ഡോക്ടർ ഓമനയുമായി അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. ആ പരിചയം പിന്നീട് വ്യക്തിപരമായ ബന്ധങ്ങളായി മാറിയെന്നാണ് അന്വേഷണ രേഖകളിൽ പറയുന്നത്. കാലക്രമേണ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തികവും വ്യക്തിപരവുമായ തർക്കങ്ങളും ഉണ്ടായിരുന്നു. കേസുകളിലേക്ക് നമുക്ക് വിശദമായി നോക്കാം. ഡോക്ടർ ഓമന പയ്യന്നൂരിൽ ഒരു ക്ലിനിക്ക് നടത്തുകയായിരുന്നു. ഒരു ഡോക്ടറെ തന്നെയായിരുന്നു അവർ വിവാഹം ചെയ്തതും. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ സന്തോഷകരമായ ജീവിതത്തിനിടയിൽ പയ്യന്നൂരിൽ പ്ലാനേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം, അതിൻ്റെ ഉടമ മുരളീധരൻ, ഇവർ തമ്മിൽ പരിചയത്തിലാകുന്നു. ഈ സൗഹൃദം പതിയെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറി. ഇവർ തമ്മിലുള്ള പ്രണയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുരളീധരൻ തൻ്റെ ആവശ്യങ്ങൾ പറയുന്നത്. തനിക്ക് ഓമനയെ വിവാഹം കഴിക്കണമെന്നും തുടർന്നുള്ള ജീവിതം ഓമനയോടൊത്തായിരിക്കണം എന്നുള്ളതുമായിരുന്നു ആവശ്യം. എന്നാൽ ഒരു കാരണവശാലും ഓമനയ്ക്കിത് അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. നല്ലൊരു കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭാവി, അഭിമാനം എന്നിവയ്ക്കെല്ലാം ഭംഗം വരുത്തുന്ന ഒന്നാണ് ഈ മുരളീധരനുമായിട്ടുള്ള ബന്ധം.
പലതവണ അയാളെ പിന്തിരിപ്പിക്കുവാൻ ഡോക്ടർ ഓമന ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ മുരളീധരൻ വിട്ടുകൊടുത്തില്ല. അയാൾക്ക് അവർ വിവാഹം ചെയ്തേ മതിയാകൂ എന്നൊരു വാശിയായി. എന്നാൽ ഇതിനിടയിൽ തന്നെ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർ ഓമന പലതരത്തിലുള്ള വാണിങ്ങുകളും കൊടുത്ത് മുരളീധരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മുരളീധരൻ ഒരു വിധത്തിലും വിട്ടുപോകാൻ തയ്യാറായില്ല. തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുരളീധരൻ ഓമനയുടെ ഭർത്താവിനോട് അറിയിച്ചു. ഇതറിഞ്ഞ ഭർത്താവ് ഓമനയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. അധികം വൈകാതെ തന്നെ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു. ഇത് ഓമനയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. അതുമാത്രമല്ല വലിയൊരു നാണക്കേടും വരുത്തിവെച്ചു. അങ്ങനെ അവർ മലേഷ്യയിലേക്ക് നാടുവിട്ടു പോവുകയാണ് ചെയ്തത്. വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചിട്ടാണ് മലേഷ്യയിലേക്ക് കടന്നത്. എന്നാൽ അവിടെ എത്തിയിട്ടും ഓമനയെ മുരളീധരൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അയാൾ വലിയൊരു ശല്യമായി മാറി. മലേഷ്യയിൽ വ്യാജ പേരിലാണ് ഓമന താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുരളീധരൻ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഭയന്നുപോയ ഓമന തിരികെ നാട്ടിലെത്തുന്നു. എങ്ങനെയും മുരളീധരനെ ഇല്ലാതാക്കണമെന്ന ചിന്ത അവളിലുണ്ടായി. 1996 ജൂലൈ മാസം ഡോക്ടർ ഓമനയുടെ നിർദ്ദേശപ്രകാരം മുരളീധരൻ ഊട്ടിയിലെത്തി. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു. ആ റൂമിനോട് അടുത്തടുത്തുള്ള റൂമുകളും ഓമന തന്നെ ബുക്ക് ചെയ്തു. കാരണം അപരിചിതർ ആരും ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. താൻ ഇവിടെ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി എത്തിയതാണെന്നും തൻ്റെ ബന്ധുക്കളും ഇവിടേക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടിയാണ് മുറിയെടുക്കുന്നതുമെന്നുമാണ് ഓമന ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞത്. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് വിവാഹിതരാകാം എന്നുള്ള വാഗ്ദാനം, കഴിഞ്ഞതൊക്കെ ക്ഷമിക്കാൻ താൻ തയ്യാറാണെന്നും ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത്. ഊട്ടിയിലെത്തിയ മുരളീധരന് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി. അതിനുശേഷം വിഷം കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. അതോടൊപ്പം തന്നെ രക്തം കട്ടപിടിക്കാനുള്ള മരുന്നും ഇയാളുടെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്തിരുന്നു. സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുരളീധരനെ ഓമന വെട്ടിനുറുക്കി. ശരീരം കഷ്ണം കഷ്ണമാക്കി മാറ്റി. ആന്തരിക അവയവങ്ങൾ ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റിയ ശേഷം ശുചിമുറിയിൽ ഉപേക്ഷിച്ചു. രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്തതുകൊണ്ട് തന്നെ രക്തസ്രാവം ഉണ്ടായില്ല. അതിനുശേഷം ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ചെറിയ ചെറിയ പാർട്സുകളാക്കി സ്യൂട്ട് കേസിലും ട്രാവൽ ബാഗിലേക്കും മാറ്റി. മൃതദേഹമുള്ള സ്യൂട്ട് കേസ് കാടിനുള്ളിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. പിന്നീട് കൊടൈക്കനാലിലേക്ക് ഒരു ടാക്സി വാടകയ്ക്കെടുത്തു. യാത്രക്കിടെ ഡ്രൈവർക്ക് അസ്വാഭാവികമായ പെരുമാറ്റം സംശയമുദിച്ചു. ഒടുവിൽ അദ്ദേഹം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ ഒരു തീരുമാനം തന്നെയാണ് കേസിൻ്റെ ഗതി മാറ്റിമറിച്ചത്. പോലീസ് വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയപ്പോൾ ബാഗിലുള്ള ബോഡി പാർട്സ് കണ്ടെത്തുകയും അങ്ങനെ ഡോക്ടർ ഓമനയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിന് പ്രധാന പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ കേസ് അവിടെ അവസാനിച്ചില്ല. ഡോക്ടർ ഓമന അറസ്റ്റിലായതിനു ശേഷം കേസ് തമിഴ്നാട് പോലീസിൻ്റെ അന്വേഷണത്തിൽ മുന്നോട്ട് പോയി. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ, സാക്ഷിമൊഴികൾ, യാത്രാസംബന്ധമായ വിവരങ്ങൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. പ്രോസിക്യൂഷൻ വാദിച്ചത് ലഭ്യമായ സാഹചര്യ തെളിവുകൾ എല്ലാം ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നായിരുന്നു. അവസാനം ഡോക്ടർ ഓമന കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസ് അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. എന്നാൽ പിന്നീട് നടന്ന ഒരു സംഭവം കേസിനെ വീണ്ടും വാർത്തകൾ എത്തിച്ചു. 2001 പരോളിൽ പുറത്തിറങ്ങിയ ഡോക്ടർ ഓമന തിരികെ ജയിലിൽ എത്തിയില്ല. അതിനുശേഷം അവർ ഒളിവിലായതായി അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. എന്നാൽ ഡോക്ടർ ഓമനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒളിവ് നീണ്ടതോടെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം വ്യാപിപ്പിച്ചു. പിന്നീട് ഇന്റർപോളിൻ്റെ സഹായവും തേടി. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതായും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിരുന്നാലും വർഷങ്ങളോളം അവരുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 2017 മലേഷ്യയിൽ മരിച്ചൊരു സ്ത്രീ ഡോക്ടർ ഓമനയായിരിക്കാമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അത് ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഈ കേസ് ഇന്നും ആളുകൾ ഓർക്കുന്നത് കൊലപാതകത്തിൻ്റെ ക്രൂരത കൊണ്ട് മാത്രമല്ല. ഒരു ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പ്രതി പരോളിന് ശേഷം എങ്ങനെ ഒളിവിലായി? വർഷങ്ങളോളം അന്വേഷണ ഏജൻസികൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ ഇന്നും പലർക്കും കൗതുകമാണ്. അങ്ങനെയിരിക്കെ 2017 ഒരു അപ്രതീക്ഷിത വാർത്തയെത്തി. മലേഷ്യയിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച ഒരു ഇന്ത്യൻ വനിതയുടെ ചിത്രം. ആ ചിത്രം ഡോക്ടർ ഓമനയുടേതാകാമെന്ന സംശയം ഉയർന്നു.
ബന്ധുക്കളും ചിത്രം കണ്ടെങ്കിലും ചിത്രം മാത്രം നോക്കി അത് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ തിരിച്ചറിയൽ രേഖകളും പരിശോധനകളും ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി. അതിനാൽ അന്നത്തെ ഘട്ടത്തിൽ അവർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു വലിയ കാര്യമുണ്ട്. വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രതികാരം എന്നിവ നിയന്ത്രണം വിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം നിരവധി ജീവിതങ്ങളെ ബാധിക്കും. ഒരു തെറ്റായ തീരുമാനം ഒരാളുടെ ജീവിതം മാത്രമല്ല, ഇരയുടെ കുടുംബത്തെയും പ്രതിയുടെ കുടുംബത്തെയും വർഷങ്ങളോളം വേദനിപ്പിക്കും. അതുകൊണ്ട് നിയമത്തിന് പുറത്തുള്ള പ്രതികാരമല്ല, നിയമപരമായ വഴികളാണ് ഏത് പ്രശ്നത്തിനും ശരിയായ പരിഹാരം. ഡോക്ടർ ഓമന കേസ് ഇന്നും പൂർണ്ണമായ ഉത്തരങ്ങൾ ലഭിക്കാത്തൊരു കേസായി തുടരുന്നു. ചില ചോദ്യങ്ങൾക്ക് അന്വേഷണ രേഖകളിൽ ഉത്തരമുണ്ടെങ്കിലും ചിലത് ഇന്നും ദുരൂഹതയുടെ മറവിലാണ്. യഥാർത്ഥ ക്രൈം കേസുകൾ നമ്മെ കൗതുകപ്പെടുത്താം, പക്ഷേ ഓരോ കേസിനും പിന്നിൽ തകർന്ന കുടുംബങ്ങളും നഷ്ടപ്പെട്ട ജീവിതങ്ങളും ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്. നിങ്ങൾ കണ്ടത് ക്രൈം ഡീകോഡ് മലയാളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ഇനിയും ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം സ്റ്റോറികൾക്കായി ക്രൈം ഡീകോഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു യഥാർത്ഥ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.